കോഴിക്കോട് നല്ലളം ജയന്തി റോഡിന് സമീപത്തുള്ള പ്ലാസ്റ്റിക് ഗോഡൌണിലും ആക്രിക്കടയിലും തീപിടുത്തം. ഇരു കടകളും പൂർണ്ണമായും കത്തിനശിച്ചു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അനീസ വിവരങ്ങൾ നൽകും. അനീസ, വലിയ തീപിടുത്തമായിരുന്നോ? വലിയ നാശനഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായും ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. ഈ 2 കടകളും പൂർണ്ണമായി കത്തിനശിച്ചു. എന്താണ് തീപിടുത്തത്തിന് കാരണമായത് എന്നെ സംബന്ധിച്ചിപ്പോഴും അന്വേഷണം തുടരുകയാണ്. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ്. എന്തായാലും ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഈ തീപിടുത്തം ഉണ്ടായി. 12 മണിയോടുകൂടി തീ അണക്കാൻ കഴിഞ്ഞു. 12:30യോടുകൂടിയൊക്കെ തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിരുന്നു. മീൻചന്തയിൽ നിന്നും അതുപോലെ തന്നെ വെള്ളിമാട് കുന്നിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഈ ജയന്തി റോഡിന് സമീപത്തുള്ള പ്ലാസ്റ്റിക് ഗോഡൌണും അതുപോലെ തന്നെ ആക്രി കടയുമാണ് കത്തിനശിച്ചത്. ഏത് കടയിലാണ് ആദ്യം തീ പടർന്നത് എന്ന കാര്യത്തിൽ വ്യക്തമല്ല. രാത്രി വൈകിയായതുകൊണ്ട് തന്നെ അതിന് ആ സമയത്ത് വലിയ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ തീ ആളി പടരുകയും 2 കടകളും പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തു. അതിനുശേഷം മാത്രമേ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സേഫ്.